ഹായ്, വെൽക്കം ടു ഗ്രീൻ അയാസിസ് ഗാർഡൻ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു സെയിൽ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് DTDC കൊറിയറാണ്. പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയുമാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മൂൺഷൈൻ പ്ലാന്റ് ആണ്. ഫിലോഡെൻഡ്രൻ മൂൺലൈറ്റ് എന്ന പേരിലും ഈ പ്ലാന്റ്സ് അറിയപ്പെടുന്നുണ്ട്. നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഇലകളായിരിക്കും ഈ പ്ലാന്റ്സ് നമുക്ക് കാണാൻ കഴിയുക. അത് തന്നെയാണ് ഈ പ്ലാന്റ്സിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗി കൊടുക്കുന്നത്. ഒരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 130 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് കലാത്തിയ പ്ലാന്റ് ആണ്. ഒരു അലങ്കാര സസ്യ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഈ കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. നമ്മുടെ വരയൻ കുതിരേൻ്റെയൊക്കെ ശരീരത്തിലുള്ളതുപോലെ നിറയെ വരകൾ നിറഞ്ഞ ഒരു സസ്യമാണിത്. ഇവരുടെ ജന്മദേശം എന്ന് പറയുന്നത് അമേരിക്കയാണ് കേട്ടോ. കാര്യമായിട്ടുള്ള പരിചരണങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് ഈ കലാത്തിയ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ 2 വെറൈറ്റികളാണ്. ഈ പ്ലാന്റ്സിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 120 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് റെക്സ് ബിഗോണിയ പ്ലാന്റ് ആണ്. ഒരുപാട് വെറൈറ്റി കളറിലുള്ള ബിഗോണിയ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ജിഫി പ്ലാന്റ്സും അതല്ലാതെ തന്നെ പോട്ടിലുള്ള പ്ലാന്റ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ജിഫി പ്ലാന്റ്സിന് 50 രൂപയും പോട്ടിലുള്ളതിന് 80 രൂപയാണ് റേറ്റ് ഇട്ടിരിക്കുന്നത്. ഈ ബിഗോണിയ ചെടികൾ പൊതുവെ നല്ല തെളിച്ചമുള്ളതും പരോക്ഷവുമായ വെളിച്ചത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. സൂര്യപ്രകാശം കൂടുതലായിട്ടാവാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവ അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകും. പിന്നെ മിതമായ വെളിച്ചവും നല്ല ഈർപ്പമുള്ള മണ്ണും ഒക്കെ ആണ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഇതിനെ വളർത്തിയെടുക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയം പ്ലാന്റ്സ് ആണ്. ഈ സിങ്കോണിയം ചെടികൾക്ക് പൊതുവെ നല്ല ഈർപ്പമുള്ളതും വളരെയധികം വെളിച്ചം ഇല്ലാത്തതുമായിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. വാട്ടറിങ് ഒരുപാട് ഇഷ്ടമില്ലാത്ത ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ സിങ്കോണിയം പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സിനെ പൊതുവെ ഈർപ്പമുള്ള സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. നേരിട്ടുള്ള സൂര്യപ്രകാശം ഏൽക്കാത്തതും എന്നാൽ നല്ല വെളിച്ചമുള്ളതുമായിട്ടുള്ള സ്ഥലത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മണ്ണിൻ്റെ ഈർപ്പത്തിനനുസരിച്ച് മാത്രം ഇതിന് നനച്ചു കൊടുത്താൽ മതിയാകും. ഇതിൻ്റെ വളപ്രയോഗം എന്ന് പറയുന്നത് ദ്രാവക വളങ്ങളായിരിക്കും ഇതിന് അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ. ഈ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 90 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിഡിൽ ലീഫ് പ്ലാന്റ് ആണ്. ഫിഡിൽ ലീഫ് ഫിഗ്, ലയർ ഇല ഫിഗ് ട്രീ, അതല്ലെങ്കിൽ ലയർ ഫിഗ്ഡ് ലീഫ് ട്രീ എന്നീ പേരിലൊക്കെ ഈ പ്ലാന്റ്സ് അറിയപ്പെടുന്നുണ്ട്. ഒരു അത്തിപ്പഴത്തിൻ്റെയൊക്കെ ഇല പോലെ ഇരിക്കുന്ന ഒരു പ്ലാന്റ്സ് ആണിത്. ലോകമെമ്പാടും ഇതൊരു അലങ്കാര സസ്യമായിട്ടൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് 130 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഫിലോ പെയിൻറ്റഡ് ലേഡി പ്ലാന്റ്സ് ആണ്. ഇന്ന് നമ്മുടെ നഴ്സറികളിലൊക്കെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ ഈ ഫിലോ പെയിൻറ്റഡ് പ്ലാന്റ്സ്. അതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റ്സ് ആണിത്. ഈ പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവ നമുക്കൊരു ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഒരു കുറ്റിച്ചെടിയായിട്ടും അതെല്ലാം നമ്മളൊരു കോലൊക്കെ കൊടുത്തൊരു താങ്ങിനായിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ ഒരു തൂക്കുചട്ടിയിലൊക്കെ താഴേക്ക് താഴ്ന്ന് വളരുന്നൊരു ചെടിയായിട്ടൊക്കെ നമുക്കിത് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. കൂടാതെ ഈ ചെടികൾക്ക് മറ്റു ചെടികളെ അപേക്ഷിച്ച് നമ്മുടെ മുറിക്കുള്ളിലേക്ക് ദുഷിച്ച വായുവിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു കഴിവും ഈ പ്ലാന്റ്സിനുണ്ട്.
ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ചൈന ഡോൾ പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സിന് കൂടുതൽ വാട്ടറിങ് ചെയ്യുന്നത് ഇതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുന്നതിന് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മണ്ണ് ഉണങ്ങുന്നതിന് നോക്കി മാത്രം നമ്മൾ നനച്ചു കൊടുത്താൽ മതിയാകും. ഈർപ്പമുള്ള അന്തരീക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ ഇലകൾക്ക് ഇടയ്ക്കിടെ നമ്മൾ വെള്ളം തെളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ വളർച്ചേൻ്റെ ഘട്ടത്തിൽ ഒരു 6 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിന് വേണ്ട വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഈ പ്ലാന്റ്സിനൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ വാട്സപ്പ് കാറ്റലോഗ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബായ്.